ഹായ് ഓൾ, എല്ലാവർക്കും ഇൻ ലൈഫ് EdU അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UGC നെറ്റുമായി ബന്ധപ്പെട്ട ബിസിനസ് എൻവയോൺമെന്റ് എന്ന സബ്ജക്റ്റിന്റെ MCQ ആണ് ഇന്നത്തെ വീഡിയോ. ബിസിനസ് എൻവയോൺമെന്റ് ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കണം. MCQയിലെ ആദ്യത്തെ ചോദ്യം, കമ്പനി ഇമേജസ് ആൻഡ് ബ്രാൻഡ് ഇക്വിറ്റി ഈസ് ഫാക്ടർ അഫക്റ്റിംഗ് ബിസിനസ്. ഓപ്ഷൻസ്: externally, internally, government policy, none of these. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, എക്സ്റ്റേണലി. കമ്പനി ഇമേജസും ബ്രാൻഡ് ഇക്വിറ്റിയും എക്സ്റ്റേണൽ ഫാക്ടർ ആണ്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഓപ്പൺ ടു ഫോർ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ. ഓപ്ഷൻസ്: പവർ സെക്ടർ, ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടർ, റെയിൽവേസ്. ആൻസർ ഡി ആണ്, റെയിൽവേസ്. റെയിൽവേസ് മാത്രം പ്രൈവറ്റ് സെക്ടറിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. മറ്റു വരുന്ന ഓപ്ഷൻസ് പവർ സെക്ടർ, ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടർ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടർ പ്രൈവറ്റ് സെക്ടറിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ഓപ്ഷൻസ്: ജനോവ, ലണ്ടൻ, പാരീസ്, വാഷിംഗ്ടൺ DC. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വാഷിംഗ്ടൺ DC. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് യുണൈറ്റഡ് നാഷനിലെ ഫിനാൻഷ്യൽ ഏജൻസിയാണ്. മാത്രമല്ല ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. 190 കൺട്രീസാണ് മെമ്പേഴ്സായിട്ട് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മിഷൻ വർക്കിംഗ് ടു ഫോസ്റ്റർ ഗ്ലോബൽ മോണിറ്ററി കോപ്പറേഷൻ, സെക്യൂർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫെസിലിറ്റേറ്റ് international trade, promote high employment and sustainable economic growth and reduce poverty around the world. ലോകത്തിലെ പോവർട്ടി റിഡ്യൂസ് ചെയ്യുക, സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഹൈ എംപ്ലോയ്മെന്റ് എൻഷുർ ചെയ്യുക. ഇതൊക്കെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മിഷൻസ് ആണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഫോം ചെയ്തത് 1944 ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് December 27, 1945. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഫോർമലി എക്സിസ്റ്റൻസ് ആയത് 1945. ആ സമയത്ത് 29 മെമ്പർ കൺട്രീസ് ആയിരുന്നു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 190 കൺട്രീസ് ആണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഓപ്ഷൻസ്: 1995, 1948, 1999, 1983. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1995. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ഇന്റർനാഷണൽ ട്രേഡ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇന്റർനാഷണൽ ട്രേഡ് ഗവേൺ ചെയ്യുന്നതിനുള്ള റൂള് എസ്റ്റാബ്ലിഷ് ചെയ്യാനും റിവൈസ് ചെയ്യാനും അതുപോലെ തന്നെ എൻഫോഴ്സ് ചെയ്യുന്നതിനുമാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒഫീഷ്യലി കമന്റ് ചെയ്തത് 1 January 1995. World Trade Organization is the world's largest international economic organization with 164 member states. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഓർഗനൈസേഷൻ ആണ്. 164 മെമ്പേഴ്സ് സ്റ്റേറ്റ് ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉള്ളത്. അഞ്ചാമത്തെ ചോദ്യം, ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് എൻ ഇക്കണോമി ഈസ് റിലേറ്റഡ് ടു ദ. ഓപ്ഷൻസ്: അഗ്രികൾച്ചർ സെക്ടർ, എക്സ്റ്റേണൽ സെക്ടർ, ഗവൺമെന്റ് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ. ആൻസർ ബി ആണ്, എക്സ്റ്റേണൽ സെക്ടർ. BOP അഥവാ ബാലൻസ് ഓഫ് പേയ്മെന്റിനെ ബാലൻസ് ഓഫ് ഇന്റർനാഷണൽ പേയ്മെന്റ്സ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന എക്സ്പോർട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ട് അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ട്രാൻസാക്ഷൻസിന്റെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും ബാലൻസ് ഓഫ് പേയ്മെന്റിൽ സമ്മറൈസ് ചെയ്തിട്ടുണ്ടാവും. ഇൻഡിവിജ്വല്, കമ്പനി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ സമ്മറൈസ് ചെയ്തിട്ടുണ്ടാവും. ആറാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയർ വാസ് ADB അതായത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ്. ഓപ്ഷൻസ്: 1978, 1966, 1980, 1959. ഉത്തരം ബി ആണ്, 1966.
ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഒരു റീജിയണൽ ഡെവലപ്മെന്റ് ബാങ്കാണ്. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് ഡിസംബർ 19, 1966. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മെട്രോമാനിയ, ഫിലിപ്പീൻസിലാണ് ഉള്ളത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് 31 ഫീൽഡ് ഓഫീസേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 31 മെമ്പേഴ്സ് ആയിരുന്നു ആദ്യം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 68 മെമ്പേഴ്സ് അല്ലെങ്കിൽ 68 രാജ്യങ്ങളാണ് മെമ്പേഴ്സ് ആയിട്ട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ ഉള്ളത്. ഏഴാമത്തെ ചോദ്യം, ദ ബാലൻസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഈസ് റിലേറ്റഡ് ടു അസ്. ഓപ്ഷൻസ് കറണ്ട് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ബാലൻസ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ബാലൻസ് ഓഫ് ട്രേഡ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബാലൻസ് ഓഫ് ട്രേഡ്. ഇത് നേരത്തെ നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടും ഇൻക്ലൂഡഡ് ആണ്. ബാലൻസ് ഓഫ് ട്രേഡിൽ വരുന്നതാണ് എക്സ്പോർട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടും. അടുത്ത ചോദ്യം, which of the following consumer rights means the right to acquire the knowledge to be an informed consumer? Options: right to seek redressal, right to be informed, right to consumer education, none of the above. നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അറിയാം ആൻസർ വരുന്നത് സി ആണ്, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇത് കൂടാതെ കൺസ്യൂമേഴ്സിന് വരുന്ന റൈറ്റ്സ് ആണ് right to satisfaction of basic needs, right to safety, right to be informed, right to choose, right to be heard, right to redress, right to a healthy environment. കൺസ്യൂമേഴ്സ് ഒരുപാട് തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷന് വിധേയമായിട്ടുണ്ടാവും, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ റൂറൽ കൺസ്യൂമേഴ്സ്. അതുകൊണ്ട് കൺസ്യൂമേഴ്സിന് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റ് ആണ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അടുത്ത ചോദ്യം, when was the new Consumer Protection Act implemented in India? Options: 1976, 2006, 2020, 1996. ആൻസർ വരുന്നത് സി ആണ്, 2020. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 റീപ്ലേസ് ചെയ്തിട്ട് നിലവിൽ വന്ന ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2020. ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് ജൂലൈയിലാണ്. 10ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഓപ്ഷൻസ്: ഡിപ്പോസിറ്റ് payable in any foreign currency, bills of exchange drawn in Indian currency but payable in any foreign currency, travelers checks drawn by institutions outside India but payable in Indian currency, draft drawn by banks outside India and payable in foreign currency. ആൻസർ വരുന്നത് ഡി ആണ്. ഫെമയുടെയും ഫെറയുടെയും ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരെ കണ്ടു നോക്കണം. 11ാമത്തെ ചോദ്യം, ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ ഏഷ്യൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി? ഓപ്ഷൻസ്: ഇന്തോനേഷ്യ, വിയറ്റ്നാം, തായ്ലൻഡ്, സിംഗപ്പൂർ. ഉത്തരം എ ആണ്, ഇന്തോനേഷ്യ. ജക്കാർട്ട ഇന്തോനേഷ്യയിലാണ് ഏഷ്യന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഏഷ്യന്റെ അബ്രിവിയേഷൻ ദ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് ഓഗസ്റ്റ് 8, 1967. ഏഷ്യന്റെ മോട്ടോ ആണ് വൺ വിഷൻ, വൺ ഐഡന്റിറ്റി, വൺ കമ്മ്യൂണിറ്റി. 12ാമത്തെ ചോദ്യം, വാട്ട് പീപ്പിൾ തിങ്ക് ഓഫ് എൻ ഓർഗനൈസ്ഡ് ആക്ഷൻസ് ഈസ് കോൾഡ്? ഓപ്ഷൻസ്: പബ്ലിക് ഇമേജ്, പബ്ലിക് വിസിബിലിറ്റി, വിയബിലിറ്റി, വാല്യൂസ്. ഉത്തരം എ ആണ്, പബ്ലിക് ഇമേജ്. നെക്സ്റ്റ് വൺ, അണ്ടർ ദ ന്യൂ ഇക്കണോമിക് പോളിസി 1991. ആൻസർ വരുന്നത് ദ മാൻഡേറ്ററി കൺവേർട്ടബിലിറ്റി ക്ലോസ് ഈസ് നോ ലോങ്ങർ അപ്ലിക്കബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂ ഇക്കണോമിക് പോളിസി ഒരു മാർക്കറ്റ് ഓറിയന്റഡ് ഇക്കണോമിക് പോളിസിയാണ്. റഷ്യൻ വാറിന് ശേഷമാണ് ഇതിന്റെ ആവശ്യകത എമേർജ് ചെയ്തത്. 14ാമത്തെ ചോദ്യം, ഡാഷ് റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫർ ഓഫ് അസെറ്റ് ഫ്രം പബ്ലിക് ടു പ്രൈവറ്റ് ഓണർഷിപ്പ്. ഓപ്ഷൻസ്: ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ലിബറലൈസേഷൻ. ആൻസർ വരുന്നത് ബി ആണ്, പ്രൈവറ്റൈസേഷൻ. 15ാമത്തെ ചോദ്യം, ഡാഷ് മീൻസ് ഇന്റഗ്രേറ്റിംഗ് ദ ഡൊമസ്റ്റിക് ഇക്കണോമി വിത്ത് ദ വേൾഡ് ഇക്കണോമി. ഓപ്ഷൻസ്: ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഉത്തരം വരുന്നത് എ ആണ്, ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ വരുന്നതിന് മുന്നേ ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള നാഷണൽ ബൗണ്ടറീസിന്റെ ഉള്ളിൽ മാത്രമേ സാധനങ്ങൾ വാങ്ങാനും അത് വിൽക്കാനും പറ്റിയിരുന്നുള്ളൂ. എന്നാൽ ഗ്ലോബലൈസേഷന്റെ വരവോടുകൂടി ഡൊമസ്റ്റിക് മാർക്കറ്റ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും സാധിച്ചു. ഇതാണ് ഗ്ലോബലൈസേഷൻ.
16ാമത്തെ ചോദ്യം, ഗ്ലോബലൈസേഷൻ ഇസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ ആൻസർ ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. 17ാമത്തെ ചോദ്യം, WTO സ്റ്റാൻഡ്സ് ഫോർ ഉത്തരം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അടുത്ത ചോദ്യം, ഡാഷ് കൺസിസ്റ്റ് ഓഫ് ഇക്കണോമിക് കണ്ടീഷൻസ്, ഇക്കണോമിക് പോളിസീസ്, ഇൻഡസ്ട്രിയൽ പോളിസീസ് ആൻഡ് ഇക്കണോമിക് സിസ്റ്റം. ഉത്തരം വരുന്നത് ബി ആണ്, ഇക്കണോമിക് എൻവയോൺമെന്റ്. 18ാമത്തെ ചോദ്യം, an analysis of the external environment enables a firm to identify options strength and opportunities, strength and weakness, weakness and threats, opportunities and threats. ഉത്തരം ഡി ആണ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. അടുത്ത ചോദ്യം, ദീസ് ആർ ഫോഴ്സസ് ഇൻ ദ കമ്പനീസ് ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് ദാറ്റ് അഫക്ട് ദ പെർഫോമൻസ് ഓഫ് ദ കമ്പനി. ഉത്തരം വരുന്നത് എ ആണ്, മാക്രോ എൻവയോൺമെന്റ്. 20ാമത്തെ ചോദ്യം, ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം ദ ഗവൺമെന്റ് ഇന്റർവെൻഷൻ വിൽ ബി ആബ്സെന്റ്. ഓപ്ഷൻസ് ഫ്രീ എന്റർപ്രൈസ് ഇക്കണോമി, സോഷ്യലിസ്റ്റ് ഇക്കണോമി, മിക്സഡ് ഇക്കണോമി, നൺ ഓഫ് ദ എബോവ്. ഉത്തരം എ ആണ്, ഫ്രീ എന്റർപ്രൈസ് ഇക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയിലാണ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആബ്സെന്റ് ആയിട്ടുള്ളത്. സോഷ്യലിസ്റ്റ് ഇക്കണോമിയിലും അതുപോലെ തന്നെ മിക്സഡ് ഇക്കണോമിയിലും ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ട്. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് എൻ ഇക്കണോമിക് സിസ്റ്റം വേർ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദ സ്റ്റേറ്റ്. ഓപ്ഷൻസ് ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് ഇക്കണോമി, കോമൺ ഇക്കണോമി. ഉത്തരം വരുന്നത് ബി ആണ്, സോഷ്യലിസം. 22ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഒബ്ലിഗേഷൻ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബിസിനസ് ടു ദ സൊസൈറ്റി. ഉത്തരം എ ആണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് വൺ, ദിസ് ഈസ് ദ ഗവൺമെന്റ് സ്ട്രാറ്റജി ഇൻ റെസ്പെക്ട് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ വിച്ച് ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ബിസിനസ്. ഉത്തരം വരുന്നത് ഫിസ്ക്കൽ പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസിയുടെയും മോണിറ്ററി പോളിസിയുടെയും ക്ലാസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെ കണ്ടു നോക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. 24ാമത്തെ ചോദ്യം, ദ മെത്തേഡ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് കോംപ്ലക്സ് ടെക്നോളജി ഈസ്. ഓപ്ഷൻസ് ടേൺകീ കോൺട്രാക്ട്, ലൈസൻസിംഗ് എഗ്രിമെന്റ്സ്, ട്രെയിനിങ് ഓഫ് എക്സ്പേർട്സ്, നൺ ഓഫ് ദീസ്. ഉത്തരം വരുന്നത് എ ആണ്, ടേൺകീ കോൺട്രാക്ട്. 25ാമത്തെ ചോദ്യം, വിച്ച് ആക്ട് വാസ് റീപ്ലേസ്ഡ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കോമ്പറ്റീഷൻ ആക്ട് 2002. ഓപ്ഷൻസ് ഫെറ, MRTP, POTA, നൺ ഓഫ് ദ എബോവ്. ഉത്തരം വരുന്നത് ബി ആണ്, MRTP. MRTPയുടെ അബ്രിവിയേഷൻ മോണോപോളിസീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് 1969. ഈ വീഡിയോയിൽ ബിസിനസ് എൻവയോൺമെന്റിന്റെ 25 ചോദ്യങ്ങളും അതിന്റെ ആൻസറും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ട് മറ്റു ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്